ഹേയ്, ഒരിക്കൽ ഒരാൾ ഒരു പനിനീർച്ചെടി നട്ടു വളർത്തി. ദിവസവും വെള്ളം പകർന്നു. വളർച്ചയുടെ ഓരോ ഘട്ടവും വീക്ഷിച്ചു. ചെടി മുട്ടിടാൻ തുടങ്ങുന്ന സമയമായപ്പോഴാണ് തണ്ടിലെ കൂർത്ത മുള്ളുകൾ അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അയാൾ ചിന്തിച്ചു, മുറിപ്പെടുത്തുന്ന മുള്ളുകൾ ഇടതിങ്ങിയ ഇത്തരമൊരു ചെടിയിൽ എങ്ങനെയാണ് മനോഹരമായ പൂവുണ്ടാവുക? ഈ ചിന്ത ശക്തമായതോടെ പനിനീർ ചെടിക്ക് വെള്ളമൊഴിക്കാനോ അതിനെ ശുശ്രൂഷിക്കാനോ അയാൾക്ക് മനസ്സ് വന്നില്ല. മുട്ട് വളർന്ന് പൂവായി വിടരുന്നതിന് തൊട്ടു മുൻപ് വെള്ളമോ വളമോ കിട്ടാതെ ആ ചെടി കരിഞ്ഞുപോയി. അതെ, പല ആളുകളും ഇതുപോലെയാണ്. അവരുടെ മനസ്സിനുള്ളിലെ പനിനീർ ചെടിയിൽ മൊട്ടിട്ട് തുടങ്ങുന്നത് അവർ കാണുന്നില്ല. പകരം മുള്ളുകൾ മാത്രം കാണുന്നു. അവർ ആ പനിനീർ ചെടിയെ ശുശ്രൂഷിക്കുന്നില്ല. ജീവിതത്തിൽ നല്ലതൊന്നും കടന്നു വരികയില്ലെന്നാണ് നമ്മുടെ എല്ലാം സദാ ചിന്ത. നല്ല ചിന്തകൾ നനച്ചു വളർത്താൻ ശ്രമിക്കാതിരിക്കുന്നതിനാൽ ഉള്ളിലെ നന്മയുടെ പനിനീർ ചെടി കരിഞ്ഞുണങ്ങിപ്പോകുന്നു. ചിലർക്ക് മനസ്സിനുള്ളിൽ മനോഹരമായി പൂവിടുന്ന ഒരു പനിനീർ ചെടിയുണ്ടെന്ന് ഒരിക്കലും തിരിച്ചറിയാനാകുന്നില്ല. ഈ പനിനീർ ചെടി നമ്മളിലെ കഴിവുകളാണ്. നമ്മുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് അതിനെ വളർത്താൻ ശ്രമിക്കുക.